മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച നടത്തുന്ന മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുകയാണ്. ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് യുവമോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത്. ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു പോലീസ്. അതിനിടെ പോലീസിന്റെ ലാത്തി ചാർജും ഉണ്ടായി. യുവമോർച്ച പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോലീസും യുവമോർച്ച പ്രവർത്തകരും തമ്മിൽ ഏറെ സമയം സംഘർഷത്തിൽ ഏർപ്പെടുകയായിരുന്നു. വാക്കുതർക്കമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച അല്പസമയം മുമ്പ് മാർച്ച് നടത്തിയത്. വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തം യുവമോർച്ചയുടെ മാർച്ചിൽ ഉണ്ടായിരുന്നു. കുറേയേറെ സമയം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസും യുവമോർച്ചയുടെ പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇപ്പോഴും തുടരുകയാണ്. ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് മുന്നോട്ട് കയറുവാനുള്ള ശ്രമമാണ് ഇപ്പോഴും പ്രതിഷേധക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കണ്ടതാണ്. സെക്രട്ടേറിയറ്റ് മുന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അന്ന് പോലീസിന്റെ ലാത്തിചാർജും ഉണ്ടായിരുന്നു. ഇപ്പോൾ യുവമോർച്ചയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ജലപീരങ്കി പ്രയോഗിക്കുവാൻ കുറച്ച് സമയം മുമ്പ് പോലീസ് ഇവരെ പിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയെങ്കിലും അത് ഫലം കണ്ടിട്ടില്ല. ഉന്തും തള്ളുമുണ്ടായി പോലീസും യുവമോർച്ചയുടെ പ്രതിഷേധക്കാരും തമ്മിൽ. വി വിനോദ് ചേരുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന്. വിനോദ്, ഇപ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുവമോർച്ചയുടെ പ്രവർത്തകർ ഉണ്ടല്ലോ. ഇപ്പോൾ രംഗം ശാന്തമാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? മഞ്ജുഷ, ഇപ്പോൾ ഒരു സമര പരമ്പര തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ട്. SDPയുടെ പ്രതിഷേധ സമരം ആദ്യം വെച്ച് പിന്നീട് RYFന്റെ പ്രതിഷേധ സമരം ഉണ്ടായിരുന്നു. ഇപ്പോൾ യുവമോർച്ചയുടെ സമരമാണ് നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് യുവമോർച്ച പ്രവർത്തകർ സമരം നടത്തുന്നത്. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രമുഖ ഉൾപ്പെടെയുള്ളവർ ഇതിന് നേതൃത്വം നൽകുന്നുണ്ട്. 4 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. മറ്റൊരു തവണ കൂടി ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നു. നേരത്തെ സെക്രട്ടേറിയറ്റിന്റെ ഈ പ്രധാന സമരഗേറ്റുണ്ട്. സമരഗേറ്റിന്റെ ബാരിക്കേഡ് തകർത്ത് ഉള്ളിൽ പ്രവേശിക്കാനുള്ള ശ്രമം, അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിന്റെ വേലി ചാടിക്കടക്കാനും പ്രവർത്തകർ ശ്രമിച്ചു. അപ്പോൾ പോലീസ് വരെ തടയുകയായിരുന്നു. ഇപ്പോഴും പോലീസുമായുള്ള ഉന്തും തള്ള് നടക്കുകയാണ്. പോലീസുമായി പലതവണ വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും അത് നേരിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കലാശിക്കുകയും ചെയ്യുന്നു. പരിക്കേറ്റ ഒരു പ്രവർത്തകരെ ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അടിക്കണം
അജിത് കുമാറിന് സെലൂട്ട് അടിക്കുന്ന കൈയോട്ട് കുത്തുന്ന പോയിട്ട് എല്ലാവരും
തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും ഇന്ന് ഈ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയിട്ടുള്ള ഈ മാർച്ച് യുവമോർച്ചയാണ് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരങ്ങളുടെ പരമ്പര തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിരുന്നത്. യുവമോർച്ചയുടെ മാർച്ചിന് നേരെ 5 തവണയാണ് ഇന്ന് ജലപീരങ്കി പ്രയോഗിച്ചത്. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. നേതാക്കൾ ഇപ്പോൾ സംസാരിക്കുകയാണ്. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് യുവമോർച്ചയുടെ പ്രവർത്തകർ. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. പാർട്ടിയോട് ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും ഇ പി ജയരാജൻ. LDF കൺവീനർ പദവിയിൽ നിന്ന് മാറ്റിയതിനു ശേഷം പാർട്ടി പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല. ആ ബഹിഷ്കരണം ഇന്നും തുടർന്നു. പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഇന്ന് കണ്ണൂരിൽ നടന്നത്, ചടയൻ ഗോവിന്ദൻ അനുസ്മരണം. ഇതിലും പങ്കെടുത്തില്ല ഇ പി ജയരാജൻ. ചടയൻ ദിനാചരണത്തിൽ ഇന്ന് പയ്യാമ്പലത്ത് പുഷ്പാർച്ചന നടന്നിരുന്നു. അതിൽ ഇ പി ജയരാജൻ പങ്കെടുക്കാതിരുന്നത് ആരോഗ്യ പ്രശ്നം കാരണമെന്നാണ് CPM-ന്റെ വിശദീകരണം. കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഇത് പറയുകയും ചെയ്തു. എന്നാൽ LDF കൺവീനർ പദവിയിൽ നിന്ന് മാറ്റിയതിലുള്ള പ്രതിഷേധം തുടരുന്നതാണ് ഇ പി ജയരാജൻ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആദ്യം MV ജയരാജന്റെ വാക്കുകളിലേക്ക്. ഇ പി ജയരാജൻ ചികിത്സയിലാണ്. അപ്പൊ രാവിലെ വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാം. ഏതെങ്കിലും അതിർത്തി കൊണ്ടൊന്നും അല്ലല്ലേ? അദ്ദേഹത്തെ ആയുർവേദ ചികിത്സ കാണാൻ കഴിയും. പക്ഷെ ഒന്നും പറയുന്നില്ല. വീട്ടിൽ പോയാൽ അത് പാർട്ടിയോട് കൽപ്പിച്ചല്ല ഇ പി ജയരാജൻ വരാതിരുന്നത് എന്നാണ് ഇപ്പോൾ പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം. ആയുർവേദ ചികിത്സയിലാണ് ഇ പി ജയരാജൻ. ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്, അത് കാരണമാണ് പങ്കെടുക്കാതിരുന്നതെന്നാണ് പാർട്ടിയുടെ ഔദ്യോഗികമായ വിശദീകരണം ഇപ്പോൾ MV ജയരാജൻ നൽകിയത്. പക്ഷേ LDF കൺവീനർ പദവിയിൽ നിന്ന് മാറ്റിയതിനു ശേഷം ഒരൗദ്യോഗിക പരിപാടിയിലും ഇ പി ജയരാജൻ പങ്കെടുത്തില്ല. അതേ ബഹിഷ്കരണമാണ് ഇന്നും അദ്ദേഹം തുടർന്നത്. VV അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാർട്ടിയിൽ നിന്ന് അഹിതമായത് സംഭവിക്കുമ്പോഴുള്ള നീരസവും നിസ്സഹകരണവും ഇ പി ജയരാജന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതുമയുള്ളതല്ല. നേരത്തെയും പലതവണ പാർട്ടിയിൽ നിന്ന് ഓരോ തവണ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും അദ്ദേഹം ഇത്തരത്തിൽ പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത സംസ്ഥാന സമിതി യോഗത്തിൽ പോലും പങ്കെടുക്കാതെയാണ് സെക്രട്ടറി യോഗത്തിന് ശേഷം അദ്ദേഹം കണ്ണൂരിലേക്ക് പോയത്. അതിനുശേഷം ഈ വിഷയത്തിൽ കാര്യമായി പ്രതികരിക്കാൻ പോലും ഇ പി ജയരാജൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ചർച്ച ചെയ്യാനാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. ആ യോഗത്തിൽ നിന്നും ഇ പി ജയരാജൻ വിട്ടുനിന്നിരുന്നു. ഇന്ന് കണ്ണൂരിൽ ചടയൻ ഗോവിന്ദൻ അനുസ്മരണ പരിപാടിയിൽ ആണ് ഇ പി ജയരാജൻ പങ്കെടുക്കാൻ പാർട്ടി നിശ്ചയിച്ചിരുന്നത്. അവിടെ A വിജയരാഘവനും PK ശ്രീമതിക്കും ഒപ്പം EP-യും പങ്കെടുക്കുമെന്നായിരുന്നു അറിയിപ്പ്. പക്ഷേ PK ശ്രീമതി തിരുവനന്തപുരത്ത് AK സെന്ററിന് മുന്നിൽ പാർട്ടി പതാക ഉയർത്തി ചടയൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ A വിജയരാഘവനും പങ്കെടുത്തു. പക്ഷേ ഇ പി ജയരാജൻ ഒരിടത്തും പങ്കെടുക്കാതെയാണ് തന്റെ നീരസം പ്രകടമാക്കിയത്. CPM വളരെ പ്രാധാന്യത്തോടുകൂടി നടത്തുന്ന അനുസ്മരണ പരിപാടികളിൽ ഒന്നാണ് അവരുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ചടയന്റെ അനുസ്മരണ ദിനം. അതിൽ നിന്നുകൂടി ഇ പി ജയരാജൻ വിട്ടുനിൽക്കുകയാണ്. എന്താണ് ഇ പി ജയരാജന്റെ ഭാവി പരിപാടി എന്നത് CPM-നും വലിയ ആശങ്കയായി മാറുകയാണ്. നേരത്തെയൊക്കെ ഇത്തരത്തിൽ ഇ പി ജയരാജൻ നിസ്സഹകരിക്കുമ്പോഴും പിണങ്ങി നിൽക്കുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ അനുനയിപ്പിച്ച് തിരികെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുമായിരുന്നു. ഏറ്റവും ഒടുവിൽ ഏതാണ്ട് ഒരു വർഷം മുമ്പ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ തന്നെ വിടവാങ്ങാൻ ആഗ്രഹിക്കുന്നു, മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്ത ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്ത ശേഷവും ഏതാണ്ട് 6 മാസത്തോളം അദ്ദേഹം ഒരു പരിപാടിയിലും പങ്കെടുക്കാതെയോ ആ വാർത്ത നിഷേധിക്കാതെയോ അദ്ദേഹം പാർട്ടി പരിപാടികൾ, മുന്നണി പരിപാടികളിൽ നിന്നൊക്കെ പൂർണ്ണമായും വിട്ടുനിന്നു. അന്നും പിണറായി ഇടപെട്ടാണ് അദ്ദേഹത്തെ വീണ്ടും പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ അത്ര ഇടപെടൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇ പി ജയരാജനെതിരെ അദ്ദേഹത്തെ മുന്നണി കൺവീനർ സ്ഥാനത്ത് മാറ്റിയെന്നൊഴിച്ചാൽ ഒരു സംഘടനാ നടപടിയും പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിന്റെ പേരിലോ അല്ലെങ്കിൽ പാർട്ടി മുന്നണി പരിപാടികളിൽ പങ്കെടുക്കാതെ വീഴ്ച വരുത്തിയതിന്റെ പേരിലോ CPM സംഘടനാപരമായി കൈക്കൊണ്ടിട്ടില്ല. മുന്നണി കൺവീനർ സ്ഥാനത്ത് മാറ്റുക മാത്രമാണ് ചെയ്തത്. പക്ഷേ ഈ രീതിയിലുള്ള നിസ്സഹകരണം തുടർന്നാൽ CPM ഒരുപക്ഷെ കടുത്ത നടപടികളിലേക്ക് പോയേക്കും. മാത്രമല്ല പി ജയരാജൻ ഇ പിക്കെതിരെ പാർട്ടി സംസ്ഥാന സമിതിക്ക് മുമ്പാകെ ഉന്നയിച്ച പരാതിയും പാർട്ടിയുടെ പരിഗണനയിലാണ്. ഏതായാലും ഇ പി ജയരാജൻ ഉടനൊന്നും പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ ഈ നിസ്സഹകരണം അവസാനിപ്പിക്കാനോ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇ പി ജയരാജൻ പാർട്ടിയോട് ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ PV അൻവർ മാധ്യമങ്ങളെ കാണുകയാണ്. ആരോ എന്റെ അടുത്ത് ഇപ്പോൾ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഇതെല്ലാം അന്വേഷിച്ചിട്ട് തെറ്റാണെങ്കിൽ MLA-ന്റെ പേരിൽ കേസെടുക്കണം. എടുത്തോട്ടേന്ന്. ഞാൻ ഒരു കേസും എനിക്കെതിരെ വരില്ല എന്ന ഉദ്ദേശമൊന്നുമല്ല ഇതിന് ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. എനിക്ക് നിരവധി അനവധിയായ പ്രതിസന്ധികൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം.
എന്നെ കൊടുക്കാൻ ഇവർ നോക്കും, ഇവനെ കുരുക്കാൻ നോക്കും, കള്ളക്കേസുകൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇത് കാണുമെന്താ എന്നെ കുറിച്ചുള്ള ആദ്യം എന്താ ചെയ്തത്? ആ പോലീസ് ഓഫീസേഴ്സിന്റെ അസോസിയേഷൻ കഴിഞ്ഞിറങ്ങിയപ്പോ പറഞ്ഞത്, നിങ്ങളോടെന്താ പറഞ്ഞത്? ചോദിക്കൂ കഴിഞ്ഞ ചോദിക്കൂ. ഒരു ADGPയുടെ പെർഫോമൻസ് ആ പോലീസ് സമ്മേളനം കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾ കണ്ടതാ? കഴിഞ്ഞു. ഞാൻ ഉത്തരം പറയാം. എന്നെ കുറിച്ച് പറഞ്ഞ എല്ലാ പരാതികളെ കുറിച്ചും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അന്വേഷിക്കാൻ ഞാൻ എഴുതി കൊടുത്തു. കഴിഞ്ഞില്ലേ? ഏതാവും സാധനം? ഏതാണ്? ഇപ്പൊ എന്താ ഇത്? ആളുകളുടെ മൈൻഡ് തിരിക്കുക. അന്ന് കേട്ടവനൊക്കെ തോന്നി, ഓ തിരക്കടില്ലല്ലോ, ഇയാളെന്നെ പറയാം എന്നെ കുറിച്ച് അന്വേഷിച്ചു. പാവം അല്ലേ? ഒരു ചെറിയ ശതമാനം ആളുകൾക്ക്. ഇന്നിപ്പോ എന്താ? ഈ പറഞ്ഞതൊക്കെ അസത്യമാണെങ്കിൽ പറഞ്ഞ MLAയുടെ പേരിൽ ക്രിമിനൽ പ്രോസിക്യൂഷൻ നടത്തണം. ആയിക്കോട്ടെ. അത് കേൾക്കുമ്പോൾ എന്താവുന്ന, ഓ അയാൾ അങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും ഇല്ലാതെ പറയും അല്ലേ? ഇതാണ് നമ്മുടെ മനുഷ്യരുടെ ഒരു മൈൻഡ്. ഈ രീതിയിൽ എന്നെ തിരിച്ചുവിടുകയാണ്. അത് ഞാൻ ആവർത്തിച്ച് പറയാണ്, ഇനി ADGP അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡറിൽ ഇരുത്തിയിട്ട് ഈ കേസുകൾ അന്വേഷിച്ചാൽ ഈ പറഞ്ഞതുപോലെ PV അൻവറിനെ കുരുക്കാൻ തന്നെയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ബഹുമാനപ്പെട്ടത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരോട് ഈ നാടിന് വേണ്ടി പറയണം, ഈ തെളിവുകൾ PV അൻവറിന്റെ കയ്യിലൊന്നുമല്ല. നാളെ PV അൻവറിന് എന്തെങ്കിലും സംഭവിച്ചാലും ഈ കേസ് അവസാനിക്കില്ല. അതിന് കൃത്യമായ സെറ്റപ്പുകൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നെ ഇല്ലായ്മ ചെയ്താലും ഈ തെളിവുകൾ ഇങ്ങനെ പല ഭാഗത്തും ഉണ്ടാകും. ആ സാധനം തിരിച്ചു വരും. ഇങ്ങനെയുണ്ട് ഒരു കളി. ഇതിനൊരു പരിധിയില്ലേ? എല്ലാ പരിധിയും ലംഘിച്ചിട്ടുണ്ട്. എല്ലാ പരിധിയും ഈ അജിത് കുമാറും സംഘവും. ഇതിൽ തന്നെ ഇനി വലിയ മീനുകളുണ്ട്. ഒട്ടനവധി ചെറിയ മീനുകളുണ്ട്. അപ്പോ ഇനി വരുന്നത് ഇതിലേറെ പ്രമാദമായ വിഷയത്തിലേക്കാണ്. ഫോണിന്റെ ഇന്റർസെപ്ഷനുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ടുള്ള മറ്റൊരു വിഷയം, 2 ദിവസമായിട്ട് ബഹുമാനപ്പെട്ട IG-ക്ക് കൊടുത്ത മൊഴിയിൽ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി കൊടുത്ത പരാതിപ്പെടാത്ത കാര്യത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ മാവോയിസ്റ്റുമായി ബന്ധപ്പെട്ട UAPA ചുമത്തുന്ന രാജ്യദ്രോഹ കുറ്റം അന്വേഷിക്കുന്ന ഏജൻസികൾക്ക് ഇത്തരത്തിലുള്ള ഫോണ്, ഇന്റർനെറ്റ്, ഇമെയിലുകൾ, ടെലിഗ്രാമുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാതും പരിമിതമായ ഉദ്യോഗസ്ഥരുടെ പെർമിഷനോട് കൂടിയിട്ട് ഇത് ചോർത്തിയെടുക്കാൻ ലീഗലായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അതിൽ മാവോയിസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർക്ക് നല്ല റൈറ്റ് ഉണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ മാവോയിസ്റ്റ് മേഖലയിലുള്ള SP-മാർക്ക് ഈ സംവിധാനത്തോട് ഇന്ന ആളുകളുടെ ഫോൺ ചോർത്താൻ ആവശ്യപ്പെടാം. അപ്പൊ അതില് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത് ചെറിയ തെറ്റുകളുണ്ട് അതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ. ഇവിടെ ഒരു ATS സംവിധാനം, ആന്റി ടെററിസ്റ്റ്, അതിന്റെ കീഴിലാണ് മാവോയിസ്റ്റ് വരുന്നത്. അത് സെൻട്രലിൽ ചെറിയൊരു ഒബ്സർവേഷനുള്ള ഏരിയയാണ്. അതിന്റെ 2 കേന്ദ്രമേ ഉള്ളൂ. കോഴിക്കോട്, വയനാട് എന്നൊക്കെ പറയുന്നതിന് അവിടെ കേന്ദ്രങ്ങളില്ല. 1 എറണാകുളമാണ്, 2 നമ്മുടെ അരീക്കോട് പഴയ MSP ക്യാമ്പ്. ഇന്ന് MSP-ക്കാർ അവിടെ ഇല്ല. അവിടെ ഉള്ളത് ഈ പറയുന്ന ATS-ന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പാണ്, SGO. അവിടെയാണ് ഈ ഇന്റർസെപ്ഷൻ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അത് ഒരാളുമായി ബന്ധമില്ലാതെ MSP ഗ്രൗണ്ടിന്റെ ഒരു മൂലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലപ്പുറം SP സുജിത് ദാസ് അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഈ ഇന്റർസെപ്ഷൻ മെഷീനുകൾ അവിടെ സ്ഥാപിച്ച അന്ന് തൊട്ട് ഞാൻ ഈ പറയുന്ന ഈ നിമിഷം വരെ 3 ആളുകളാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. ആ 3 ആളുകൾക്കും ഇതിലൊരു മാറ്റം വന്നിട്ടില്ല. ആരെ ഫോണും ചോർത്താണ്. കോടികൾ മുടക്കിയ
ATSന്റെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. അപ്പൊ ഈ വാർത്തകൾ പുറത്തു വന്നപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ ഫോൺ ചോർത്തുന്നുണ്ടെന്ന് പറയുമ്പോൾ പലരും എന്നെ എന്റെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള ആളുകൾ വിളിച്ചു ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ പറയുന്നതിന് ഒരു പരിധി വന്നിട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ല രീതിയിൽ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ജയിക്കും. അപ്പോ എനിക്ക് ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വിവരം കിട്ടുന്നത്. ദുബായിലെ ഈ കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട ഒരു ടീമില് ഈ കേന്ദ്രമാരുമായി ബന്ധപ്പെട്ട് ഈ സ്വർണം പൊട്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്. കസ്റ്റംസിനെ വെട്ടിച്ച് പുറത്തുവരുന്ന സ്വർണം 10 കിലോ ഈ ഗ്രൂപ്പ് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി ഇതൊരു കേസ് ബുക്ക് ചെയ്തിട്ടില്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഒന്നായിട്ട് വിഴുങ്ങുന്ന കേസാണ് പറയുന്നത് കേട്ടോ. കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ട് ഇവനെ ആദ്യം നന്നായി ഒന്ന് ഒതുക്കും. അങ്ങനെയാണല്ലോ ജയിലിലേക്ക് ഒരു പ്രതികരണം ഇപ്പം വളരെ കുറവാണ്, ഇല്ലാതെ തന്നെ തോന്നുന്നുണ്ട്. ആദ്യം ജയിൽ വാർഡന്മാർ 4 ഇട്ടിരിക്കും, അതോടുകൂടി കഥ കഴിയും. ഏത് പോകിരിയാണെങ്കിലും PV അൻവർ ആവശ്യപ്പെടുന്നത് ADGP MR അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡർ പദവിയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ ഈ അന്വേഷണം മുന്നോട്ട് പോവുകയില്ല എന്നാണ് PV അൻവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഫോൺ ചോർത്തലിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും PV അൻവർ പുറത്തുവിടുകയാണ്. മറ്റു വാർത്തയിലേക്ക്. രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ്, അദ്ദേഹം MP ആണ്, BJPയിലേക്കെന്ന് ചില അഭ്യൂഹങ്ങൾ പരക്കുകയാണ്. ദേശീയ ദിനപത്രമായ ദ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അതുമാത്രമല്ല BJP കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല. ഒരു കോൺഗ്രസ് നേതാവാണ്, ഇപ്പോഴത്തെ MP ആണ് എന്നതിനപ്പുറം നേതാവാരെന്ന് വാർത്തയിൽ സൂചിപ്പിക്കുന്നില്ല. ഈ നേതാവ് BJPയിൽ ചേരാൻ താൽപര്യം അറിയിച്ച് നേതൃത്വത്തെ സമീപിക്കുകയായിരുന്നുവെന്നാണ് വാർത്തയിൽ പറയുന്നത്. എന്നാൽ BJPയിലെ പലർക്കും ഈ കോൺഗ്രസ് നേതാവിനെ കുറിച്ചുള്ള വിയോജിപ്പുകൾ ഉണ്ട്. പക്ഷേ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നേതാവ് വരുന്നത് പാർട്ടിക്ക് കേരളത്തിൽ ഗുണം ചെയ്യും എന്നുള്ള ഒരു നിരീക്ഷണം BJP കേന്ദ്രങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെ കോൺഗ്രസ് MP BJPയിൽ ചേരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. ഈ വാർത്ത ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായി മാറുകയാണ്. ഇങ്ങനെയൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. കിരൺ, ഇതിപ്പോൾ പല സമയങ്ങളിലും കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ ഇതാ BJPയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നതാണ്. പക്ഷേ ഈ സമീപകാലത്തില്ലായിരുന്നു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കോൺഗ്രസും UDFും നേടിയതിനു ശേഷം ഇത്തരമൊരു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ പൊടുന്നനെ ഇങ്ങനെ ഒരു അഭ്യൂഹം വരുന്നതിനുള്ള കാരണം എന്താണ്? അതിൽ തന്നെ ഈ വാർത്തയിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, കേരളത്തിൽ സംഘപരിവാറുമായുള്ള ബന്ധം, അതിനെക്കുറിച്ചുള്ള വിവാദങ്ങളിൽ ഇപ്പോൾ CPM പെട്ടിട്ടുണ്ട്. ആ സമയത്ത് ഇത്തരം കോൺഗ്രസിന് BJPയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള, കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ വരുന്നു BJP കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ എന്ന ഒരു സൂചന കൂടി വന്നിട്ടുണ്ടല്ലോ ഈ വാർത്തയിൽ. മഞ്ജുഷ തന്നെ പറയട്ടെ, ഈ വാർത്തയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണമില്ല. നേരത്തെയും സമാനമായ നിരവധി വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളടക്കം ഈ വാർത്ത നൽകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, ഇത് ദേശീയ ദിനപത്രമായ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇങ്ങനെ ഒരു വാർത്ത നൽകിയിരിക്കുന്നത്. അങ്ങനെ ഒരു പത്രം സാധാരണഗതിയിൽ ഇത്തരം നാട്ടിലുള്ള ഓൺലൈനുകളൊക്കെയാണ് ഇത്തരം വാർത്തകളൊക്കെ നിരന്തരം പല നേതാക്കളെയും അഭ്യൂഹങ്ങൾ എന്ന മട്ടിലൊക്കെ വാർത്തകൾ വരുന്നത്. പക്ഷേ ഇതൊരു ദേശീയ ദിനപത്രം, അതും BJP സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത് എന്നുകൂടി ആ വാർത്തയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരൊരു വാർത്ത നമ്മളും പുറത്തുവിടുന്നത്. പക്ഷേ ഇതിന് ഏതെങ്കിലും ഒരു തരത്തിലുള്ള സ്ഥിരീകരണം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ വാർത്തയിലും ഏതു നേതാവാണ് എന്ന സൂചനകളോ ഇല്ല. കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവാണ്, ഒപ്പം MP ആണ്. ഈ 2 സൂചനകൾ മാത്രമാണുള്ളത്. മുതിർന്ന നേതാക്കളായ MPമാർ നിരവധി പേരുണ്ട്. അതിപ്പോൾ തിരുവനന്തപുരം MP ആയി തൊട്ട് കാസർഗോഡ് MP വരെയുള്ള നിരവധി MPമാരെ എടുത്തു കഴിഞ്ഞാൽ മിക്ക ആളുകളും മുതിർന്ന നേതാക്കൾ തന്നെയാണ്. അവർ പലരും MPമാരാണ്. 1-2 പേരൊഴികെ ബാക്കി എല്ലാവരും തന്നെ ഈ തലമുതിർന്ന നേതാക്കൾ തന്നെയാണ് കോൺഗ്രസിൽ നിന്ന് കേരളത്തിൽ MPമാരായിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ ആരാണ് എന്നത് കൃത്യമായി ആ വാർത്തയിൽ എവിടെയും പറയുന്നില്ല. പക്ഷേ അത്തരത്തിലേക്കുള്ള ഒരു ചർച്ച നടന്നു വന്നും ഈ MP തന്നെ അങ്ങോട്ട് BJPയുമായിട്ട്
ചേരാനുള്ള താല്പര്യം അറിയിക്കുകയായിരുന്നുവെന്നും എന്നാൽ ബി ജെ പിയിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾക്ക് പല നേതാക്കൾക്കും ഇദ്ദേഹം തന്നെ ബി ജെ പിയിലേക്ക് എടുക്കുന്നതിന് മറ്റു പലതരത്തിലുള്ള വിയോജിപ്പുകൾ ഉണ്ട് എന്നതും എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിൽ അങ്ങനെ കോൺഗ്രസിന്റെ ഒരു എം പി തന്നെ ബി ജെ പിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായിട്ടുള്ള പോരാട്ടത്തിൽ ബി ജെ പിക്ക് ചെറിയ തരത്തിൽ എഡ്ജ് കിട്ടും. അതുകൊണ്ട് അത്തരമൊരു നീക്കത്തിലേക്ക് പോകണം, അതുകൂടി പരിഗണിച്ച് വേണം തീരുമാനമെടുക്കേണ്ടത് എന്നുള്ള ഒരു നിലപാടിലാണ് ബി ജെ പി നേതൃത്വം നിൽക്കുന്നത് എന്നുള്ളതും വാർത്തയിൽ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ വാർത്തയിൽ എവിടെയും ആരാണ് എം പി എന്നോ ഏത് നേതാവാണെന്നതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു സൂചനയും നൽകുന്നില്ല. മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, എം പി ആണ് എന്നുള്ളതാണ്. അങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരാളെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരെ മാത്രമായി തന്നെ പറയാൻ കഴിയില്ല. കേരളത്തിലെ കോൺഗ്രസ് എം പിമാരിൽ മഹാഭൂരിപക്ഷം പേരും തലമുതിർന്ന എം പിമാരാണ്. പലരും 3 പ്രാവശ്യവും 4 പ്രാവശ്യവും ഒക്കെ എം പിമാരായ ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരാണ് ഈ മുതിർന്ന നേതാവ് എന്നത് പറയാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ഒരു വാർത്ത ഒരു ദേശീയ ദിനപത്രം തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. ബി ജെ പി നേതാക്കളെടുത്ത് എനിക്ക് ബി ജെ പിയിലേക്ക് ചേരാൻ താല്പര്യമുണ്ട് എന്ന് എം പി അങ്ങോട്ട് അറിയിക്കുന്നു. അതിൽ ബി ജെ പി ഉടൻ തീരുമാനമെടുക്കും എന്നുള്ള മട്ടിലാണ് ആ വാർത്ത എന്തായാലും പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ മഞ്ജുഷ് തന്നെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ CPM BJP ബന്ധത്തെക്കുറിച്ചുള്ള വലിയ ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ കത്തി നിൽക്കുന്ന സമയത്താണ് BJP സോഴ്സിനെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് കോൺഗ്രസിന് BJP ബന്ധം അല്ലെങ്കിൽ കോൺഗ്രസിന് ഒരു പ്രധാനപ്പെട്ട നേതാവ് BJPയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്ത വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ വാർത്തയ്ക്ക് സവിശേഷമായ ചില പ്രാധാന്യം കൂടിയുണ്ട്. അത് തന്നെയാണല്ലോ ഇപ്പോഴത്തെ ഒരു പ്രാധാന്യം. പക്ഷേ ഇപ്പോൾ ഈ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരു കോൺഗ്രസിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ടയാൾ BJPയിലേക്ക് പോകാൻ പറ്റിയ ഒരു സാഹചര്യം പോലും അല്ലല്ലോ ഇത്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിരുന്നുവെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് അഭ്യൂഹങ്ങൾ വന്നിരുന്നു. അതുമാത്രമല്ല ചില പ്രമുഖ നേതാക്കൾ പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിലില്ല എന്നും അറിയാവുന്നതാണല്ലോ. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് BJP കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നു എന്നുള്ളത് സംശയകരമായ രീതിയിൽ പോലും സമീപിക്കേണ്ടതാണല്ലോ. ചില നേതാക്കളുടെ പേര് പോലും അതോടൊപ്പം തന്നെ പ്രചരിക്കുകയാണ്, ചില എം പിമാരുടെ. മഞ്ജുഷ്, സ്വാഭാവികമാണ് അങ്ങനെ ഇങ്ങനെ വാർത്തകൾ വരുന്ന ഘട്ടത്തിലൊക്കെ ആദ്യം പ്രചരിച്ചിരുന്ന പേര് ശശി തരൂരിന്റെ പേരാണ്. അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് എത്രയോ തവണയെങ്കിലും ശശി തരൂർ BJPയിലേക്ക് പോകുന്നു എന്ന മട്ടിൽ, രാജ്മോഹൻ ഉണ്ണിത്താൻ BJPയിലേക്ക് പോകുന്നു എന്ന മട്ടിൽ, അങ്ങനെ കേരളത്തിലെ ഒട്ടുമിക്ക കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും BJPയിലേക്ക് പോകുന്നു എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ പലതരത്തിലും വന്നിരുന്നു. അത് തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു. അപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലൊക്കെ ആളുകൾക്ക് ചില സംശയങ്ങളൊക്കെ തോന്നാം, ഇനി അങ്ങനെ പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു തരത്തിൽ വരെ വലിയൊരു തരത്തിൽ ഇടതുമുന്നണിയും CPM ഒക്കെ പ്രധാനമായും ഉന്നയിച്ചിരുന്ന ഒരു ആരോപണം കൂടി അതായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ കോൺഗ്രസിന്റെ ഒരു നേതാവിനെ വിജയിപ്പിച്ചാൽ അവർ എന്ത് ഉറപ്പാണ് അവർ കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നുള്ളത്. ഇന്ത്യയിലാകമാനം കോൺഗ്രസിന്റെ നേതാക്കളല്ലേ സ്ഥിരമായി BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു രാഷ്ട്രീയ വിഷയം കൂടിയായിരുന്നു. പക്ഷേ അവിടെയെങ്ങും കേരളത്തിലെ ഈ പറയുന്നത് പോലെയുള്ള നേതാക്കൾ പോയിട്ടുണ്ട്. പക്ഷേ ഈ പ്രധാനപ്പെട്ട നേതാക്കളാരും തന്നെ BJPയിലേക്ക് പോയിട്ടില്ല. അങ്ങനെ എം പിമാരായി മത്സരിക്കുന്നവരാരും തന്നെ BJPയിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ BJPക്ക് അവിടെ ഒരു NDA സർക്കാരുണ്ട്. ഈ സമയത്ത് കേരളത്തിൽ നിന്ന് ഏതെങ്കിലും MP BJPയിലേക്ക് എന്നതുകൊണ്ട് അയാൾക്കൊരു വലിയ നേട്ടം ഉണ്ടാവാനില്ല. BJP ആയതുകൊണ്ട് അങ്ങനെ പൂർണ്ണമായും നമുക്ക് തള്ളിക്കളയാൻ ഒന്നും കഴിയില്ല. അങ്ങനെ തൽക്കാലത്തേക്ക് ഒരു നേട്ടമില്ലെങ്കിലും ഭാവിയൊക്കെ ലക്ഷ്യം കണ്ട അത്തരം ചില രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ മറ്റു പാർട്ടികളിൽ നിന്ന് പല വിധത്തിൽ സ്വാധീനം ചെലുത്തിയും അല്ലാതെയും ഒക്കെ ആളുകളെ സ്വന്തം പാർട്ടിയിൽ എത്തിക്കുക, ആ തരത്തിലേക്ക് രാഷ്ട്രീയ മൂവ് നടത്തുന്ന ഒരു പാർട്ടി കൂടിയാണ്. പക്ഷേ അതീവ രഹസ്യമായിട്ട് BJP ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറുമുണ്ട്. അത് പലപ്പോഴും അവരുടെ ഈ വാർത്താ സമ്മേളന സമയത്തിന് തൊട്ട് മുൻപാണ് ഇത്തരം വാർത്ത പുറത്തു വരാറുള്ളത്. ഉദാഹരണം പത്മജ വേണുഗോപാലിന്റെയും ആന്റണിയുടെ മകന്റെയും ഒക്കെ കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇത്തരമൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് തൊട്ടടുത്ത നിമിഷം തന്നെ അത് ഉണ്ടാകാറും ഉണ്ട് ഇതിനു മുൻപ് നോക്കുകയാണെങ്കിൽ. പക്ഷേ ഈ പറയുന്ന എം പിമാരുടെ കാര്യം നോക്കുമ്പോൾ ഒരു തരത്തിലും സ്ഥിരീകരിക്കാവുന്ന രീതിയിലല്ല. ഇപ്പോൾ താങ്കൾ തന്നെ തരൂരിന്റെ കാര്യം പറഞ്ഞു. തരൂർ ഇപ്പോൾ അമേരിക്കയിലാണുള്ളത്. അദ്ദേഹം മറ്റു ഒരു പരിപാടിക്ക് വേണ്ടി അദ്ദേഹം പോയിരിക്കുകയുമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു തരത്തിലുള്ള ചർച്ചകൾ രൂപപ്പെട്ടതായോ അങ്ങനെയുള്ള എന്തെങ്കിലും ഈ ചടങ്ങുകൾ ഈ BJPയിലേക്ക് ചേരുവാനുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചോ വാർത്താ സമ്മേളനത്തെക്കുറിച്ചോ ഒന്നും ഒരു തരത്തിലുള്ള സൂചനകളും ഇല്ലല്ലോ. വെറും അന്തരീക്ഷത്തിൽ വന്ന ഒരു വാർത്ത എന്ന രീതിയിൽ തന്നെയല്ലേ ഇപ്പോൾ ഇത് പോകുന്നത്. രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഏറെ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് മാത്രം. മഞ്ജുഷ്, അത് തന്നെയാണ്. ഒരു തരത്തിലുള്ള സ്ഥിരീകരണവും ഈ വാർത്തയ്ക്കില്ല. പ്രത്യേകിച്ച് നമ്മൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ വാർത്തയ്ക്ക് ഒരു സ്ഥിരീകരണമില്ല. ഒരു ദേശീയ ദിനപത്രം ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്, അത് ദ ഇന്ത്യൻ എക്സ്പ്രസ് പത്രമാണ് ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. സാധാരണഗതിയിൽ കേരളത്തിലെ ഏതെങ്കിലും ഓൺലൈനുകളിലോ അങ്ങനെ വാർത്ത പോലെയല്ല, ഒരു ദേശീയ ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഇതിനൊരു വാർത്താ പ്രാധാന്യം ലഭിക്കുന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലൊരു സ്ഥിരീകരണം ഇതുവരെയും വന്നിട്ടില്ല. ഇത് നേരത്തെയും എപ്പോഴൊക്കെ കേരളത്തിലെ കോൺഗ്രസിലെ നേതാക്കൾ BJPയിലേക്ക് പോകുന്നു വന്നാലും ആദ്യം കേൾക്കുന്ന ചില പേരുകളൊക്കെയാണ്. ബോധപൂർവ്വം തന്നെ പ്രതിപക്ഷം കേരളത്തിലെ LDFും ആ തരത്തിലേക്കുള്ള പ്രചരണത്തിലൊക്കെ മുന്നിൽ നിന്നിരുന്നു. പ്രധാനമായും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണം അത് തന്നെയാണ്, BJPയിലേക്ക് പോകുന്നു. BJPക്ക് കേരളത്തിലേക്ക് പല കോൺഗ്രസ് നേതാക്കളെയും
സ്വന്തം പാളയത്തെത്തിക്കാൻ വേണ്ട വലിയ പരിശ്രമമൊക്കെ ഉണ്ടായെങ്കിലും BJPക്ക് അങ്ങനെ ഒരു മേജർ ക്യാച്ച് ഒരിക്കലും കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഈ പത്മജ വേണുഗോപാലിനെ പോലെ ഒരാൾ പോയതുകൊണ്ടോ അല്ലെങ്കിൽ അനിൽ ആന്റണിയെ പോലെ ഒരാൾ പോയതുകൊണ്ടോ അവർക്ക് രണ്ടുപേർക്കും അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് അണികൾക്കിടയിൽ ഒരു വലിയ സ്വാധീനമുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പോയത് ഉപകാരമായി എന്ന് കരുതുന്ന ഒരു വലിയ വിഭാഗം കോൺഗ്രസ്സുകാർ പോലുമുണ്ട് കോൺഗ്രസിൽ. അങ്ങനെ പ്രധാനപ്പെട്ട ആരും കിട്ടില്ല. പക്ഷേ MPമാരുടെ കാര്യത്തിൽ അങ്ങനെയല്ല. MPമാർ ആര് പോയാലും കേരളത്തിൽ നിന്നുള്ള ഏത് MPയെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഏത് കോൺഗ്രസ് MP എടുത്താലും അവരെല്ലാവരും ജനസ്വാധീനമുള്ള MPമാരാണ്. പലതവണ വിജയിച്ചിട്ടുള്ളവരാണ്. പലതരത്തിലും വലിയ സ്വാധീനമുള്ളവരോ അല്ലെങ്കിൽ ആ തരത്തിലേക്കൊക്കെ കോൺഗ്രസിനകത്ത് വലിയ മാറ്റങ്ങൾ വരുത്താൻ ഒക്കെ ശേഷിയുള്ള നേതാക്കളാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട MPമാരെല്ലാം തന്നെ. അവരിൽ ആര് പോയാൽ തന്നെയും കോൺഗ്രസിനെ ഈ പത്മജ വേണുഗോപാൽ പോയതുപോലെയോ അല്ലെങ്കിൽ അനിൽ ആന്റണിയെ പോയതുപോലെയോ അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല. അങ്ങനെ ഒരു അഭ്യൂഹം എന്തായാലും നിലനിൽപ്പുണ്ട്. ഒരു ദേശീയ ദിനപത്രം തന്നെ BJP സോഴ്സിനെ ഉദ്ധരിച്ച് എന്ന് ആ വാർത്തയിൽ തന്നെ അവർ പറയുന്നുണ്ട്. അവർ വാർത്തയുടെ സോഴ്സ് അവർ പറയുന്നുണ്ട് BJP സോഴ്സാണ്, BJPക്കാരാണ് ഇങ്ങനെ ഒരു വിവരം നൽകിയത് എന്നതുകൂടി പറഞ്ഞു. പക്ഷേ ഇക്കാര്യം ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് സ്വാഭാവികമായിട്ടും കേരളത്തിൽ CPM-ഉം LDF-ഉം ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ CPM നേതാക്കളോട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ശരിയാകാനാണ് സാധ്യത എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് വരുന്നത്. മഞ്ജുഷ, അത് വളരെ സ്വാഭാവികമാണ്. CPM കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം പ്രധാനമായും ഉന്നയിച്ചിരുന്നത് കോൺഗ്രസിനെ നിങ്ങൾ എന്ത് വിശ്വസിച്ചാണ് വിജയിപ്പിക്കുന്നത്, കോൺഗ്രസിനെ വിജയിപ്പിച്ചാൽ അവർ നാളെ കോൺഗ്രസിൽ തന്നെ ഉണ്ടാവുമെന്ന് എന്തുറപ്പാണുള്ളത് എന്നുള്ളൊരു വലിയ ചോദ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ BJP വിരുദ്ധരായ ആളുകളുടെ വോട്ട് സമാഹരിക്കുക എന്നുള്ളത് രണ്ട് മുന്നണികളെ സംബന്ധിച്ചും അവരുടെ വിജയത്തിന് ഏറ്റവും അനിവാര്യമായിരുന്നു. പക്ഷേ കേരളത്തിൽ കോൺഗ്രസിനാണ് ആ തരത്തിൽ വിജയമുണ്ടായത്. ഏത് ഘട്ടത്തിലും ഇത്തരം ആരോപണങ്ങൾ വരുമ്പോഴെല്ലാം പ്രധാനമായും പഴി കേൾക്കുന്ന ചില നേതാക്കളുണ്ട്. ആ നേതാക്കളുടെ പേരുകൾ KPC പ്രസിഡന്റ് K. സുധാകരനടക്കം ഇത്തരം പഴി പല തവണ കേട്ടതാണ്. അങ്ങനെ അത്തരം സ്വാഭാവികമായും അത്തരം ആളുകളുടെയൊക്കെ പേരുകൾ ഈ വാർത്തയുടെ അഭ്യൂഹങ്ങൾ എന്ന മട്ടിൽ പ്രചരിക്കുന്നുണ്ട്. അത്തരം ചില വാർത്തകൾ ഓൺലൈനുകളിലുമൊക്കെ ചില MPമാരുടെയൊക്കെ പേരുകൾ പറഞ്ഞുകൊണ്ടൊക്കെ അല്ലെങ്കിൽ സൂചനകൾ നൽകിക്കൊണ്ടൊക്കെ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് തൽക്കാലം വിശ്വാസത്തിലെടുക്കാൻ വഴിയില്ല. ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് MP BJP നേതാക്കളുമായി ചർച്ച നടത്തിയതായോ അല്ലെങ്കിൽ BJPയിലേക്ക് പോകുന്നതായോ ഒരു സ്ഥിരീകരണം നമുക്കെന്തായാലും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ശരി കിരൺ, എന്തായാലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഇത് വലിയ ചർച്ചയാവുന്നുണ്ട്. ആരാണ് ആ MP എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. രണ്ട് നേതാക്കൾ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. ഒന്ന് VD സതീശനാണ്, രണ്ട് K. മുരളീധരനാണ്. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. അങ്ങനെ മാധ്യമങ്ങളിൽ വരുന്ന എല്ലാ വാർത്തയ്ക്കും നമുക്ക് മറുപടി പറയാൻ പറ്റുമോ? എനിക്കറിയില്ല. ഞാനിപ്പോഴാണ് കേൾക്കുന്നത്. നോക്കാം നമുക്ക് എന്താണ്. ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അങ്ങനെ ഒരു വാർത്ത കണ്ടു. പക്ഷേ ഞാൻ ചോദിക്കുന്നത് അതൊരു ഫേക്ക് ന്യൂസാന്ന് അറിയാൻ വലിയ കാര്യമായിട്ടൊന്നും പോകണ്ട. കാരണം 2014 2019 നടന്ന തെരഞ്ഞെടുപ്പുകൾ ഒരു നിരാശയായിരുന്നു ഫലം. അന്നാരും പോയിട്ടില്ല. എന്നാൽ 2024 റിസൾട്ട് ഒരു പ്രത്യാശയുടെ റിസൾട്ടാണ്. നിരാശയുടെ സമയത്ത് പോവാത്ത ഒരാൾ പ്രത്യാശയുടെ സമയത്ത് പോവും. ഞാൻ അത്രേ പറയുന്നുള്ളൂ. നമുക്കൊരു ലോജിക്കുണ്ടല്ലോ. നിരാശയുള്ള സമയത്ത് ഇനി പാർട്ടി രക്ഷപ്പെടില്ല, ഈ മുന്നണി രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ആരും പോയില്ലല്ലോ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. അയോധ്യയിൽ ഉൾപ്പെടെ വന്ന മാറ്റം, UPയിലെ മാറ്റം, ഹരിയാനയിലെ BJPയുടെ തമ്മിലടി, ഇങ്ങനെയൊക്കെ ഒരു ഘട്ടത്തിൽ ആരാണ് ഇപ്പം BJPയിലേക്ക് ഇതുവരെ പോകാത്ത ഒരാൾ? K. മുരളീധരന്റെ പ്രതികരണമാണ് കേട്ടത്. എന്തായാലും ഇത്തരത്തിലുള്ള അഭ്യൂഹം ശക്തമാണ്. BJP കേന്ദ്രങ്ങളിൽ നിന്ന് ഇത്തരം വാർത്തകൾ വരികയാണ്. CPM ഈ വാർത്ത ഏറ്റെടുത്തിട്ടുമുണ്ട്. ഒരു പ്രമുഖനായ കോൺഗ്രസ് MP BJPയിലേക്ക് പോകുന്നു എന്ന രീതിയിലുള്ള അഭ്യൂഹമാണ് ഇപ്പോൾ സജീവമായി നിൽക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ നോക്കാം. തിരുവനന്തപുരത്തെ കുടിവെള്ള പ്രശ്നം ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം സൃഷ്ടിച്ചതെന്ന് VK പ്രശാന്ത് MLA. ജല അതോറിറ്റി ഉദ്യോഗസ്ഥർക്കെതിരെ മന്ത്രിക്ക് രേഖാമൂലം പരാതി നൽകാൻ MLA. കുടിവെള്ള പ്രശ്നം ഭാഗികമായി പരിഹരിച്ചു. ഉച്ചയോടെ പൂർണ്ണതോതിൽ കുടിവെള്ളമെത്തും. ADGP RSS നേതാവിനെ കണ്ടത് വിശദമായി അന്വേഷിക്കാൻ സർക്കാർ. DGP നേരിട്ട് അന്വേഷിക്കും. ADGPക്കെതിരെ നടപടി വൈകുന്നു. ലൈംഗികാരോപണത്തിൽ നടൻ മുകേഷിന് കൈവിടാതെ സർക്കാർ. മുകേഷിന്റെ മുൻകൂർ ജാമ്യത്തിനെതിരെ സർക്കാർ അപ്പീൽ പോകില്ല. പ്രത്യേക അന്വേഷണ സംഘം നൽകിയ കത്ത് പ്രോസിക്യൂഷൻ മടക്കും. ബലാത്സംഗ പരാതിയിൽ നിവിൻ പോളിയുടെ മൊഴിയെടുക്കും. പരാതിയിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആവർത്തിച്ച് നിവിൻ പോളി. നടന്മാർക്കെതിരായ ലൈംഗികാരോപണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ഇന്ന്.
അൻവറിന്റെ വെളിപ്പെടുത്തലിൽ മലപ്പുറം CPM-ൽ അസ്വാരസ്യം പുകയുന്നു. വിമർശന പോസ്റ്റുമായി മുൻ ജില്ലാ സെക്രട്ടറി. ഉറങ്ങുന്നവരെ ഉണർത്താം, എന്നാൽ ഉറക്കം നടിക്കുന്നവരെയോ എന്ന ചോദ്യമുയർത്തി PV വാസുദേവൻ. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റാലിയൻ താരം യാനിക് സിന്നറിന്. പരാജയപ്പെടുത്തിയത് അമേരിക്കയുടെ ടൈലർ ഫ്രിറ്റ്സിനെ. ലോക 1-ാം നമ്പർ താരത്തിന്റെ ഈ വർഷത്തെ 2ാം ഗ്രാൻഡ് സ്ലാം കിരീടം. തിരുവനന്തപുരത്തെ കുടിവെള്ള പ്രശ്നം ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം സൃഷ്ടിച്ചതെന്ന് VK പ്രശാന്ത് MLA. ജല അതോറിറ്റി ഉദ്യോഗസ്ഥർക്കെതിരെ മന്ത്രിക്ക് രേഖാമൂലം പരാതി നൽകാൻ MLA. കുടിവെള്ള പ്രശ്നം ഭാഗികമായി പരിഹരിച്ചു. ഉച്ചയോടെ പൂർണ്ണതോതിൽ കുടിവെള്ളമെത്തും. ADGP RSS നേതാവിനെ കണ്ടത് വിശദമായി അന്വേഷിക്കാൻ സർക്കാർ. DGP നേരിട്ട് അന്വേഷിക്കും. ADGPക്കെതിരെ നടപടി വൈകുന്നു. ലൈംഗികാരോപണത്തിൽ നടൻ മുകേഷിന് കൈവിടാതെ സർക്കാർ. മുകേഷിന്റെ മുൻകൂർ ജാമ്യത്തിനെതിരെ സർക്കാർ അപ്പീൽ പോകില്ല. പ്രത്യേക അന്വേഷണ സംഘം നൽകിയ കത്ത് പ്രോസിക്യൂഷൻ മടക്കും. ബലാത്സംഗ പരാതിയിൽ നിവിൻ പോളിയുടെ മൊഴിയെടുക്കും. പരാതിയിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആവർത്തിച്ച് നിവിൻ പോളി. ADGP MR അജിത് കുമാറിനെ കുറിച്ചുള്ള വിവാദങ്ങൾ തുടരുകയാണ്. RSS നേതാക്കളെ ADGP കണ്ടതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ദത്താത്രേയ ഹൊസബലയെയും റാം മാധവനെയും ADGP MR അജിത് കുമാർ കണ്ടത് തുടർച്ചയായ ആഴ്ചകളിലാണ്. 2023 മെയ് 22-ാം തീയതിയാണ് അദ്ദേഹം ദത്താത്രേയ ഹൊസബലയെ കണ്ടത്. തൊട്ടടുത്ത ആഴ്ച തന്നെ റാം മാധവുമായിട്ടുള്ള ചർച്ചയും നടന്നു. ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ സർക്കാരിന് കിട്ടിയിട്ടുണ്ട്. DGP നേരിട്ടായിരിക്കും MR അജിത് കുമാറും RSSുമായിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ സർക്കാരിന്. കൂടുതൽ വിവരങ്ങളുമായി VV വിനോദ് ചേരുകയാണ്. വിനോദ്, നേരത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇതിലാണോ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ വന്നിട്ടുള്ളത്? കൂടിക്കാഴ്ച എവിടെയായിരുന്നു, എപ്പോഴായിരുന്നു, അതേപോലെ തന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ MR അജിത് കുമാറിനൊപ്പം? ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്? നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. RSS നേതാക്കളുമായി തുടർച്ചയായി കൂടിക്കാഴ്ചകൾ. അതെന്തിനാണ് ADGP ഈ ഒരു കൂടിക്കാഴ്ച നടത്തിയത് എന്ന ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രസക്തമാകുന്നത്. സർക്കാരിന്റെ അറിവോടെ അല്ല ഈ കൂടിക്കാഴ്ച എന്നത് വ്യക്തമാണ്. സർക്കാർ നിർദ്ദേശിക്കുകയോ സർക്കാർ നൽകിയ ഏതെങ്കിലും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ല ഈ കൂടിക്കാഴ്ചകൾ നടന്നത്. സ്വകാര്യ സന്ദർശനമെന്ന് നേരത്തെ തന്നെ ADGP പറഞ്ഞിരുന്നു. ദത്താത്രേയെ കണ്ട കാര്യത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു വിശദീകരണം നൽകിയത്. പക്ഷേ തൊട്ട അടുത്ത ദിവസങ്ങളിൽ തന്നെ മറ്റൊരു RSS നേതാവിനെ കൂടി കാണുന്ന നിലയുണ്ടായി. അത് തിരുവനന്തപുരത്തും തൃശ്ശൂരുമായിട്ടാണ് ഈ കൂടിക്കാഴ്ചകൾ നടന്നത്. അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി അവിടെ ഉണ്ടായിരുന്ന 2 നേതാക്കളെ കാണുകയല്ല, മറിച്ച് 2023 മെയ് 22-ന് ദത്താത്രേയയെ തൃശ്ശൂരിലും കോവളത്ത് റാം മാധവനെ തൊട്ടടുത്ത മാസം, അതായത് തൊട്ടടുത്ത മാസം ജൂൺ 2-ന്, ദിവസങ്ങളുടെ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ കോവളത്തെ കൂടിക്കാഴ്ചയിൽ ചില ബിസിനസ്സുകാർ കൂടി ADGPക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. DGP നേരിട്ടാണ് ഈ അന്വേഷണം നടത്തുന്നത്. അധികാര ദുർവിനിയോഗം, അതോടൊപ്പം തന്നെ ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ, അവർ IPS ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട ചട്ടങ്ങളുണ്ട്, അതിന്റെയൊക്കെ ലംഘനം ഉണ്ടായിട്ടുണ്ടോ, ഈ കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. സ്വാഭാവികമായിട്ടും ADGPക്കെതിരെ ഒരു നടപടിക്ക് തന്നെയല്ലേ സാധ്യത? ഇപ്പോൾ അവധിയെടുത്ത് പോയിരിക്കുകയാണെങ്കിലും എന്തായാലും ഒരു നടപടി അനിവാര്യമായി വരുന്ന ഒരു ഘട്ടമാണല്ലോ ഇത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതുവരെയും സർക്കാർ സംരക്ഷിക്കുകയാണ്. അവിടെയാണ് CPIയുടെ നിലപാട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. ബിനോയ് വിശ്വം തന്നെ പറയുന്നത് ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പൂരം കലക്കിയതെന്ന് വ്യക്തമാണ്. ഈ ഒരു ഭാഗത്ത് കൃത്യമായിട്ട് RSS ആണ് എന്ന് പറയുന്നു. അത് US സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ കാര്യമാണ്. ഒരു ഭാഗത്ത് RSS ആണ്, മറുഭാഗത്ത് ആര് എന്നത് അറിയേണ്ടതുണ്ട്. എന്തുകൊണ്ട് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകുന്നില്ല എന്ന്
CPI നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ശബരിമലയിലെ കാര്യം തന്നെ ADGP അവിടെയും അധികാര ദുർവിനിയോഗം നടത്തി എന്നാണല്ലോ. അത് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിലാണോ ഇത്തരം കാര്യങ്ങൾ ഉള്ളത്? അദ്ദേഹത്തിന് താല്പര്യമുള്ള ഉദ്യോഗസ്ഥരെ അവിടെ നിയോഗിച്ചു, അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മറികടന്നാണ് എന്ന രീതിയിലാണല്ലോ. ഇത് എന്താണ് ഈ പരാമർശത്തിൽ പറയുന്നത്? മഞ്ജുഷ, അത് ലൈസൺ ഓഫീസർമാരെ നിയമിക്കുന്നത് ഉൾപ്പെടെ, അതായത് മണ്ഡലകാലത്ത് 10 ലൈസൺ ഓഫീസർമാരെ വരെ നിയമിച്ചു. അല്ലാതെ മാസപൂജയ്ക്കൊക്കെ 4 പേരെ നിയമിക്കുന്നു. സാധാരണ നിലയിൽ ഒരാളെയൊക്കെ നിയോഗിച്ചിരുന്ന സ്ഥലത്താണ് ഇത്രയധികം ആളുകളെ നിയോഗിക്കുന്നത്. അത് തന്നെ അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളുകൾ അവിടെ വരുമ്പോൾ അവരുടെ ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സുഗമമാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു സംവിധാനത്തെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പമ്പയുടെ നിയന്ത്രണം, പമ്പയിൽ പാർക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ADGPയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെയും അദ്ദേഹത്തിന് അടുപ്പമുള്ള ആളുകളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും മറ്റുമായി സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക. ദേവസ്വം ബോർഡിന്റെ അധികാരത്തിൽ പോലും കൈകടത്തുന്ന നിലയിലേക്ക് ADGPയുടെ പ്രവർത്തനങ്ങൾ മാറിയിരുന്നു. മാത്രവുമല്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് മോശമായ രീതിയിൽ പെരുമാറുന്ന, അസുഖകരമായ രീതിയിൽ പെരുമാറുന്ന സന്ദർഭങ്ങൾ ഉണ്ടായെന്ന് കൂടിയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി വിനോദ്, ശബരിമലയുടെ കാര്യത്തിലും ADGPക്ക് എതിരായിട്ടുള്ള ചില പരാമർശങ്ങൾ ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിലുണ്ട്. അവിടെയും അമിത അധികാരം ADGP MR അജിത് കുമാർ പ്രയോഗിച്ചു എന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് ഉള്ളത്. എന്തായാലും MR അജിത് കുമാറും RSSുമായിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് DGP നേരിട്ടായിരിക്കും അന്വേഷണം നടത്തുക. PV അൻവറിന്റെ വെളിപ്പെടുത്തലിന് ശേഷം CPM ആകെ വെട്ടിലായിരിക്കുന്ന സമയത്താണ് മലപ്പുറം CPMൽ ചില വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഫേസ്ബുക്കിൽ വിമർശനം നടത്തുകയായിരുന്നു CPM മലപ്പുറം മുൻ ജില്ലാ സെക്രട്ടറിയായ PP വാസുദേവൻ. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മ പിതാമഹനെ വീഴ്ത്തിയത് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയാണ്. ഉന്നം വേറെയാണ്, ജാഗ്രതൈ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിനുശേഷം ആരെയും ഒരു പ്രശ്നത്തെയും മാത്രം മനസ്സിൽ കണ്ടല്ല എന്നും ഉറങ്ങുന്നവരെ ഉണർത്താം, എന്നാൽ ഉറക്കം നടിക്കുന്നവരെയോ എന്ന ചോദ്യമുയർത്തുന്ന മറ്റൊരു കുറിപ്പും അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രശ്നത്തിൽ ഇനി കൂടുതലൊന്നും പറയാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും മലപ്പുറം CPMൽ കാര്യങ്ങൾ അത്ര സുഖകരമായിട്ടല്ല പോകുന്നത്. PV അൻവറിന്റെ വെളിപ്പെടുത്തലിന് ശേഷം അൻവറിനെതിരെയുള്ള വിമർശനങ്ങളും ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അൻവറിന്റെ ആരോപണം തെറ്റാണെങ്കിൽ മുഖ്യമന്ത്രി നടപടിയെടുക്കേണ്ടതല്ലേ എന്ന് VD സതീശൻ ചോദിച്ചു. ലോക്നാഥ് ബെഹ്റയെ ഏറ്റവും അധികം കാര്യങ്ങൾക്ക് പിണറായി വിജയൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നും VD സതീശൻ പറഞ്ഞു. അതാണ് ഞങ്ങളുടെ ചോദ്യം. ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ച ചോദ്യം അതാണ്. അൻവർ പറയുന്നത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ടൊരു ഭരണകക്ഷി MLA വന്നു 10 ദിവസമായി മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു? CPMന്റെ ഒരു ഘടന എന്താ? CPMന്റെ ഒരു ഘടന CPMൽ അത് അനുവദിക്കൂ? കോൺഗ്രസിൽ പോലും ഇപ്പൊ അനുവദിക്കാറില്ല. അതേതുപോലെയല്ല ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വെല്ലുവിളിച്ചെന്ന് പറഞ്ഞാൽ ആരെ വെല്ലുവിളിക്കുന്നു? ഇപ്പൊ എന്റെ ഓഫീസിനെ കുറിച്ച് മോശം പറഞ്ഞ അത് എനിക്ക് ബാധകമല്ലേ? മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസ് എപ്പോഴും വിവാദത്തിലാണ്. ആദ്യത്തെ ഫസ്റ്റ് ടൈമില് ഏറ്റവും സീനിയർ IAS ഓഫീസർ, അമിതാധികാരങ്ങൾ ഉണ്ടായിരുന്ന ശിവശങ്കർ, പ്രിൻസിപ്പൽ സെക്രട്ടറി, ജയിലിലാണ്. ഇപ്പൊ രണ്ടാമത്തെ ഇതിലും സ്വർണത്തിനെ പറ്റിയും സ്വർണം പൊട്ടിക്കലിനെ പറ്റിയും ഒക്കെ ആരോപണം. സ്വർണ്ണക്കള്ളക്കടത്തുമായി, സ്വർണം പൊട്ടിക്കലുമായി, സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട 2 കൊലപാതകങ്ങളുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കോക്കസിന് ബന്ധമുണ്ട് എന്നൊരു ഭരണകക്ഷി MLA വന്ന് സംസാരിച്ചിട്ട് അത് തെറ്റാണെങ്കിൽ അയാൾക്കെതിരെ നടപടി എടുക്കണ്ടേ? ലോക്നാഥ് ബെഹ്റ എത്ര അടുത്ത ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. റിട്ടയർ ചെയ്തിട്ട് അദ്ദേഹത്തിന് ഒരു സ്ഥലം കൊടുത്തു. അദ്ദേഹം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് ലോക്നാഥ് ബെഹ്റ. കാരണം ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന ആൾക്ക് അദ്ദേഹത്തിന് സെന്ററിൽ നല്ല പിടിപാടുണ്ട്. തൃശ്ശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പൂരം കലക്കൽ. അതുകൊണ്ട് ആ പൂരം കലക്കിയ സംഭവത്തെക്കുറിച്ചും അതിന് പിന്നിലുള്ള ഗൂഢാലോചനയെക്കുറിച്ചും അതിലെ പങ്കാളികളായ ആളുകളെ കുറിച്ചുമെല്ലാം ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്ന് കേരളത്തിൽ UDF ആവശ്യപ്പെടുകയാണ്, പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ്. കേരളത്തിൽ BJPക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു തരാം എന്നായിരുന്ന സന്ദേശം. അതിന് പകരം ഞങ്ങളെ ഉപദ്രവിക്കരുതെന്നായിരുന്നു പകരമുള്ള ഡിമാൻഡ്. അതിനെ തുടർന്നാണ് പിന്നീട് അതിന് സഹായകരമായ പല നിലപാടുകളെടുത്തത്. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ 4 ദിവസമായി തുടർന്നിരുന്ന കുടിവെള്ള പ്രശ്നം ഭാഗികമായെങ്കിലും പരിഹരിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടെയാണ് പമ്പിംഗ് വീണ്ടും തുടങ്ങിയത്. വൈകിട്ടോടെ പൂർണ്ണതോതിൽ കുടിവെള്ളം എത്തുമെന്നാണ് വാട്ടർ അതോറിറ്റി
അറിയിക്കുന്നത്. ഇപ്പോഴും പലയിടങ്ങളിലും കുടിവെള്ളം എത്തിയിട്ടില്ല. കുടിവെള്ളം മുടങ്ങിയതിനെ തുടർന്നുള്ള വിവാദവും ഇപ്പോൾ കൊഴുക്കുകയാണ്. ഭരണകക്ഷി MLA തന്നെയാണ് വാട്ടർ അതോറിറ്റിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് പരസ്യമായി പരാതി പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആരോപണം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് നേരെയാണ്. മനഃപൂർവ്വമായ വീഴ്ചയാണ് തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് VK പ്രശാന്ത് പറഞ്ഞത്. കുടിവെള്ളം മുട്ടിച്ചതാണ് ഉദ്യോഗസ്ഥർ എന്ന ആരോപണം അദ്ദേഹം ഉന്നയിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ജലവിഭവ മന്ത്രിക്ക് രേഖാമൂലം പരാതി നൽകുമെന്നും VK പ്രശാന്ത് MLA പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. അല്ല, വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇന്നലെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം തിരുവനന്തപുരം നഗരത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല. ഇപ്പോ നേമത്ത്, ഞാൻ ഇന്നലെ തന്നെ അത് സൂചിപ്പിച്ചതാണ്, നേമത്ത് പണി നടക്കുമ്പോൾ 2-3 വാൽവുകൾ അടച്ച് ആ പണി നടത്താൻ വേണ്ടി കഴിയും. പക്ഷെ ഇവിടെ സംഭവിച്ചത് അരുവിക്കരയിൽ തന്നെ ഷട്ട് ഡൌൺ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കി വെച്ചു. അത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു വലിയ വീഴ്ചയാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് ഞാനിന്ന് അതിനെ സംബന്ധിച്ച് പരാതികൾ നൽകും. ഇപ്പോ അടിയന്തരമായിട്ട് നടപടി പൂർത്തീകരിച്ച് പമ്പിംഗ് ആരംഭിച്ചു എന്നുള്ളതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒപ്പം തന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പരിശോധിക്കപ്പെടണം. പണ്ടുകാലത്ത് അരുവിക്കരയിൽ നമ്മൾ പ്ലാന്റ് അടക്കം നിർത്തിവെച്ച് പണികൾ നടത്തിയിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത പ്രയാസം ഇപ്പോൾ നഗരത്തിലുണ്ടായി എന്നുള്ളത് ചില ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച തന്നെയാണ്. അത് പരിശോധിക്കാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാകണം. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കത്ത് നൽകുന്നത്. തലസ്ഥാനത്തെ ജനങ്ങൾ വലഞ്ഞതിൽ ഗുരുതരമായ ആരോപണം തന്നെയാണ് VK പ്രശാന്ത് MLA ഉന്നയിക്കുന്നത്. ഇതിന് റോഷി അഗസ്റ്റിൻ മറുപടി നൽകിയിട്ടുണ്ട്. പൈപ്പ് പണിക്കും ജലവിതരണത്തിനും പ്രോട്ടോകോൾ രൂപീകരിക്കുമെന്നാണ് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞത്. ചിലയിടങ്ങളിൽ വിതരണത്തിലും അറ്റകുറ്റപ്പണിയിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ ഉന്നതതല യോഗവും വിളിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ചയായിരിക്കും യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിലെടുത്ത തീരുമാനങ്ങളെക്കുറിച്ചും പരിശോധിക്കാം. നമുക്കൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് പരിഹരിക്കുക എന്നുള്ളതാണല്ലോ ആദ്യത്തെ ആവശ്യം. പിന്നെന്തായിരുന്നു ആവശ്യം? എത്രയും പെട്ടെന്ന് ഈ വെള്ളം കൊടുക്കാൻ കഴിയുക, തടസ്സങ്ങൾ നീക്കുക, എന്നിട്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയുന്നത്. അപ്പം MLA അങ്ങനെ ഒരു വിഷയം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അവർ അത്തരം കാര്യങ്ങളുടെ ഗൗരവം കണ്ടിട്ടാണല്ലോ ഉന്നയിച്ചിട്ടുള്ളത്. അത് പരിശോധിക്കപ്പെടേണ്ടതാണല്ലോ. പരിശോധിക്കാം, അതിൻ്റെ അകത്തൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഭാവിയിൽ ഉണ്ടാകാവുന്ന, ഇത് മറ്റൊന്നു പോലെയല്ലല്ലോ, കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ലേ, ഭാവിയിൽ ഈ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ചെയ്യാൻ കഴിയുന്ന തലത്തിലുള്ള ഇപ്പം കോർപ്പറേഷനുമായിട്ടും മറ്റ് ഇതര ഏജൻസികളുമായിട്ടും ഒക്കെ ഒരു നല്ല ബന്ധം സ്ഥാപിച്ചുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട റെക്ടിഫിക്കേഷൻ വർക്ക് ഉണ്ടാവും. അതൊക്കെ ചെയ്യേണ്ടി വരും. തലസ്ഥാന നഗരിയിലെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകൾ, അതിന്റെ ഗൗരവവും അതിന്റെ രീതിയും സ്വഭാവവും മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രോട്ടോകോൾ നിശ്ചയിക്കാൻ തീരുമാനിക്കുക. EMSന്റെ നാടായ ഏലംകുളത്തെ പഞ്ചായത്ത് ഭരണം UDFന് നഷ്ടമായി. LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. LDF ഭരണം തിരിച്ചുപിടിച്ചു. LDFനും UDFനും 8 വീതം അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. കോൺഗ്രസിലെ സ്വതന്ത്ര ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെയാണ് അവിശ്വാസ പ്രമേയം പാസായത്. M രമ്യ 6ാം വാർഡ് മെമ്പറാണ് LDFന് അനുകൂലമായി വോട്ട് ചെയ്തത്. ഒരു മെമ്പറെ വിലക്ക് വാങ്ങി, ആ വിലക്ക് വാങ്ങി ഉത്തരേന്ത്യയിലെ BJP രാഷ്ട്രീയമാണ് ഇന്ന് ഏലംകുളത്തെ CPMഉം LDFും ഇവിടെ നടത്തിയത്. കാരണം ഒരു മെമ്പർ കഴിഞ്ഞ 2 ദിവസമായി അവർ ഇവിടുന്ന് സ്ഥലം മാറ്റി അവരുടെ കസ്റ്റഡിയിൽ താമസിപ്പിച്ച് ഇന്ന് അവിശ്വാസ സമയത്ത് കൊണ്ടുവന്ന് അവർക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു കച്ചവട രാഷ്ട്രീയമാണ് ഇന്ന് ഏലംകുളത്ത് CPM നടത്തിയത്. അത് നമുക്കറിയാം, കഴിഞ്ഞ 4 വർഷത്തെ വികസനം, വലിയ വികസനം, ജനകീയമായ സുതാര്യമായ ഒരു പക്ഷഭേദമില്ലാത്തൊരു വികസനം നടത്തിയ ആ ഇത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ മെമ്പറെ കാശ് കൊടുത്ത് വാങ്ങി ആ അവിശ്വാസം വിജയിച്ച ഒരു സാഹചര്യമാണ്. അവിശ്വാസം വിജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം CPMഉം LDFും നടത്തിയ കച്ചവടത്തിൻ്റെ ഏറ്റവും ഒരു വലിയ ഉദാഹരണമാണ്. ശരിക്കും അവർ കച്ചവടം നടത്തി എന്നുള്ളത് തന്നെയാണ് മനസ്സിലായത്. ഈ 2 ദിവസം അവർ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അത് ഇതിന്റെ ഭാഗമായിട്ട് ഏലംകുളം പഞ്ചായത്ത് ഭരണം LDF തിരിച്ചുപിടിക്കുകയായിരുന്നു. യുവാവിനെ ലൈംഗികമായി ഉപയോഗിച്ചു എന്ന കേസിൽ സംവിധായകൻ രഞ്ജിത്തിന് മുൻകൂർ ജാമ്യം കിട്ടി. കോഴിക്കോട് ബാങ്കാവ് സ്വദേശിയായ യുവാവിന്റെ പരാതിയിലുള്ള കേസിലാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അതിക്രമം നടന്നത് ബംഗളൂരുവിലായതിനാൽ അവിടേക്ക് കേസ് കൈമാറുന്നതായി പോലീസ് കോടതിയെ അറിയിക്കുകയായിരുന്നു. ഇക്കാര്യം കൂടി പരിഗണിച്ചാണ് ഇടക്കാല ജാമ്യം നൽകിയത്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ് കുമാർ, എന്തൊക്കെയാണ് കോടതിയുടെ ഈ ഉത്തരവിന്റെ മറ്റു വിവരങ്ങൾ? മഞ്ജുഷ, കോഴിക്കോട് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യ ഹർജിയുമായി രഞ്ജിത്ത് കോടതിയെ സമീപിച്ചത്. ഇന്ന് കോടതിയിൽ വാദം ആരംഭിച്ചപ്പോൾ തന്നെ കേസ് നടന്നത് ബംഗളൂരുവിലായതിനാൽ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ബംഗളൂരുവിൽ തന്നെ നടത്തേണ്ടതുണ്ട് എന്ന് പോലീസ് അറിയിക്കുകയും കേസ് അങ്ങോട്ട് കൈമാറുകയും ചെയ്യും എന്ന് അറിയിക്കുകയുമായിരുന്നു. ഇതേ തുടർന്ന് അടുത്ത 30 ദിവസത്തേക്ക് താൽക്കാലിക ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു. കോഴിക്കോട് മാങ്കാവ് സ്വദേശിയായ യുവാവാണ്
രഞ്ജിത്തിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി രംഗത്തെത്തിയത്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. PV അൻവറിന്റെ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ADGP MR അജിത് കുമാറിനെ മാറ്റണം എന്ന് മുഖ്യമന്ത്രിക്ക് എഴുതി നൽകുമെന്നാണ് PV അൻവർ പറഞ്ഞിട്ടുള്ളത്. പറ്റിയാൽ നാളെ തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നാണ് PV അൻവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയെ കാണും. ഇത്തവണ ADGP MR അജിത് കുമാറിനെ മാറ്റണം എന്ന് നേരിട്ട് മുഖ്യമന്ത്രിക്ക് രേഖാമൂലം എഴുതി നൽകുവാനാണ് PV അൻവറിന്റെ തീരുമാനം. മലയാളി യുവാവ് ഓസ്ട്രേലിയയിലെ മന്ത്രിസഭാംഗമായി. കോട്ടയം സ്വദേശി ജിൻസൺ ആൻഡോ ചാൾസ് ആണ് ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിട്ടോറിയൽ മന്ത്രിയായത്. ഓസ്ട്രേലിയൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയാണ് ജിൻസൺ MP ആയത്. പത്തനംതിട്ട MP ആൻഡോ ആന്റണിയുടെ സഹോദരപുത്രനാണ് ജിൻസൺ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Wedding collections from Kavita Gold and Diamonds. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6680 രൂപ, പവന് 53,440 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5540 രൂപ, പവന് 44,320 രൂപ. വെള്ളി ഗ്രാമിന് 89 രൂപ, കിലോയ്ക്ക് 89,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Wedding collections from Kavita Gold and Diamonds. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് ടോം കുര്യാക്കോസ് ചേരും. ലൈംഗികാരോപണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ഇന്ന്. PV അൻവറിന്റെ വെളിപ്പെടുത്തലിൽ മലപ്പുറം CPM-ൽ അസ്വാരസ്യം പുകയുന്നു. വിമർശന പോസ്റ്റുമായി മുൻ ജില്ലാ സെക്രട്ടറി. ഉറങ്ങുന്നവരെ ഉണർത്താം, എന്നാൽ ഉറക്കം നടിക്കുന്നവരെയോ എന്ന ചോദ്യമുയർത്തി PV വാസുദേവൻ. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റാലിയൻ താരം യാനിക് സിന്നറിന്. പരാജയപ്പെടുത്തിയത് അമേരിക്കയുടെ ടൈലർ ഫ്രിറ്റ്സിനെ. ലോക 1-ാം നമ്പർ താരത്തിന്റെ ഈ വർഷത്തെ 2ാം ഗ്രാൻഡ് സ്ലാം കിരീടം. തിരുവനന്തപുരത്തെ കുടിവെള്ള പ്രശ്നം ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം സൃഷ്ടിച്ചതെന്ന് VK പ്രശാന്ത് MLA. ജല അതോറിറ്റി ഉദ്യോഗസ്ഥർക്കെതിരെ മന്ത്രിക്ക് രേഖാമൂലം പരാതി നൽകാൻ MLA. കുടിവെള്ള പ്രശ്നം ഭാഗികമായി പരിഹരിച്ചു. ഉച്ചയോടെ പൂർണ്ണതോതിൽ കുടിവെള്ളമെത്തും. ADGP RSS നേതാവിനെ കണ്ടത് വിശദമായി അന്വേഷിക്കാൻ സർക്കാർ. DGP നേരിട്ട് അന്വേഷിക്കും. ADGPക്കെതിരെ നടപടി വൈകുന്നു. ലൈംഗികാരോപണത്തിൽ നടൻ മുകേഷിന് കൈവിടാതെ സർക്കാർ. മുകേഷിന്റെ മുൻകൂർ ജാമ്യത്തിനെതിരെ സർക്കാർ അപ്പീൽ പോകില്ല. പ്രത്യേക അന്വേഷണ സംഘം നൽകിയ കത്ത് പ്രോസിക്യൂഷൻ മടക്കും. ബലാത്സംഗ പരാതിയിൽ നിവിൻ പോളിയുടെ മൊഴിയെടുക്കും. പരാതിയിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആവർത്തിച്ച് നിവിൻ പോളി. നടന്മാർക്കെതിരായ ലൈംഗികാരോപണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ഇന്ന്. PV അൻവറിന്റെ വെളിപ്പെടുത്തലിൽ മലപ്പുറം CPM-ൽ അസ്വാരസ്യം പുകയുന്നു. വിമർശന പോസ്റ്റുമായി മുൻ ജില്ലാ സെക്രട്ടറി. ഉറങ്ങുന്നവരെ ഉണർത്താം, എന്നാൽ ഉറക്കം നടിക്കുന്നവരെയോ എന്ന ചോദ്യമുയർത്തി PV വാസുദേവൻ. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റാലിയൻ താരം യാനിക് സിന്നറിന്. പരാജയപ്പെടുത്തിയത് അമേരിക്കയുടെ ടൈലർ ഫ്രിറ്റ്സിനെ. ലോക 1-ാം നമ്പർ താരത്തിന്റെ ഈ വർഷത്തെ 2ാം ഗ്രാൻഡ് സ്ലാം കിരീടം. തിരുവനന്തപുരത്തെ കുടിവെള്ള പ്രശ്നം ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം സൃഷ്ടിച്ചതെന്ന് VK പ്രശാന്ത് MLA. ജല അതോറിറ്റി ഉദ്യോഗസ്ഥർക്കെതിരെ മന്ത്രിക്ക് രേഖാമൂലം പരാതി നൽകാൻ MLA. കുടിവെള്ള പ്രശ്നം ഭാഗികമായി പരിഹരിച്ചു. ഉച്ചയോടെ പൂർണ്ണതോതിൽ കുടിവെള്ളമെത്തും. ADGP RSS നേതാവിനെ കണ്ടത് വിശദമായി അന്വേഷിക്കാൻ സർക്കാർ. DGP നേരിട്ട് അന്വേഷിക്കും. ADGPക്കെതിരെ നടപടി വൈകുന്നു.
ലൈംഗികാരോപണത്തിൽ നടൻ മുകേഷിന് കൈവിടാതെ സർക്കാർ. മുകേഷിന്റെ മുൻകൂർ ജാമ്യത്തിനെതിരെ സർക്കാർ അപ്പീൽ പോകില്ല. പ്രത്യേക അന്വേഷണ സംഘം നൽകിയ കത്ത് പ്രോസിക്യൂഷൻ മടക്കും. ബലാത്സംഗ പരാതിയിൽ നിവിൻ പോളിയുടെ മൊഴിയെടുക്കും. പരാതിയിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആവർത്തിച്ച് നിവിൻ പോളി. നടന്മാർക്കെതിരായ ലൈംഗികാരോപണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ഇന്ന്. PV അൻവറിന്റെ വെളിപ്പെടുത്തലിൽ മലപ്പുറം CPM-ൽ അസ്വാരസ്യം പുകയുന്നു. വിമർശന പോസ്റ്റുമായി മുൻ ജില്ലാ സെക്രട്ടറി. ഉറങ്ങുന്നവരെ ഉണർത്താം, എന്നാൽ ഉറക്കം നടിക്കുന്നവരെയോ എന്ന ചോദ്യമുയർത്തി PV വാസുദേവൻ. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റാലിയൻ താരം